ഇസ്രായേലിന്റെ ചരക്കു കപ്പൽ ഇറാൻ പിടിച്ചെടുത്തു. ഹോർമൂസ് കടലിടുക്കിനോട് ചേർന്നാണ് കപ്പൽ പിടിച്ചെടുത്തത്. ഇറാൻ വലിയ വില കൊടുക്കേണ്ടി വരുമെന്ന് ഇസ്രായേൽ സൈനിക വക്താവിന്റെ മുന്നറിയിപ്പ്. സ്ഥിതിഗതികൾ നിരീക്ഷിച്ചു വരികയാണെന്ന് US സെൻട്രൽ കമാൻഡ് അറിയിച്ചു. MC നാസർ വിവരങ്ങൾ നൽകാൻ ചേരുകയാണ്. നാസർ, ഇസ്രായേലിന് നേരെ ആക്രമണം ശക്തമാക്കുമെന്ന ഇറാന്റെ മുന്നറിയിപ്പിന് പിന്നാലെ പശ്ചിമേഷ്യ യുദ്ധസമാനമായ അല്ലെങ്കിൽ യുദ്ധഭീതിയിലാണ് പശ്ചിമേഷ്യ. ഇപ്പോൾ എന്തൊക്കെ സംഭവവികാസങ്ങളാണ് നടക്കുന്നത്? വർഷ ഇന്നിപ്പോ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവവികാസം നടന്നിരിക്കുന്നത് ഹോർമസ് കടലിടുക്കിനോട് ചേർന്നുകൊണ്ടാണ്. ഇറാൻ തീര സേനയും അതോടൊപ്പം തന്നെ ഇറാന്റെ റവല്യൂഷണറി ഗാർഡും ഈ കപ്പൽ വളയുകയും കപ്പലിനെ തങ്ങളുടെ ജലാതിർത്തിയിലേക്ക് തിരിച്ചുവിടുകയുമാണ് ചെയ്തിരിക്കുന്നത്. ഔദ്യോഗികമായിട്ട് ഇറാൻ ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. പക്ഷെ ഏത് സാഹചര്യത്തിലാണ് കപ്പൽ പിടികൂടിയതെന്നും എന്താണ് ലക്ഷ്യമിടുന്നതെന്നും ഇറാൻ ഔദ്യോഗികമായി വെളിപ്പെടുത്തിയിട്ടില്ല. US സെൻട്രൽ കമാൻഡ് സ്ഥിതിഗതികൾ നിരീക്ഷിച്ചു വരികയാണ്. അതോടൊപ്പം തന്നെ തങ്ങളുടെ ഒരു കപ്പൽ, ഇസ്രായേലിന്റെ ഉടമസ്ഥതയിലുള്ള ഒരു കപ്പൽ ഇറാൻ പിടികൂടിയത് വളരെ പ്രകോപനപരമായ നടപടിയാണ്. ഇതിന് വലിയ വില ഇറാൻ ഒടുക്കേണ്ടി വരുമെന്ന മുന്നറിയിപ്പാണ് ഇസ്രായേലിന്റെ സൈനിക വക്താവ് അല്പം മുമ്പ് നടത്തിയിരിക്കുന്നത്. MCS ആരീസ് എന്ന കപ്പലാണ് പിടികൂടിയതെന്ന് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഏതായാലും പിന്നെ സ്ഥിതിഗതികൾ പ്രധാനമായിട്ടും ഇതേപോലെ ഒരു ചരക്ക് കപ്പൽ പിടികൂടുകയും അത് തങ്ങളുടെ ജലാതിർത്തിയിലേക്ക് ഇറാൻ കൊണ്ടുപോവുകയും ചെയ്ത സാഹചര്യത്തിൽ നിലവിലുള്ള സംഘർഷത്തിന് കുറെ കൂടി വ്യാപ്തി കൈവരും. തീർച്ചയായിട്ടും സ്ഥിതിഗതികൾ തങ്ങൾ നിരീക്ഷിച്ചു വരികയാണെന്ന് അമേരിക്ക വ്യക്തമാക്കിയ സ്ഥിതിക്ക് തുടർ നടപടികൾ ഒരുപക്ഷെ ഈ ആശങ്കാജനകമായി തന്നെ തുടരുന്ന ഒരു സാഹചര്യം കൂടിയാണുള്ളത്. പരിഷ ശരി, ഇസ്രായേലിന്റെ ചരക്ക് കപ്പൽ ഇറാൻ പിടിച്ചെടുത്തിരിക്കുകയാണ്. ഹോർമൂസ് കടലിടുക്കിനോട് ചേർന്നാണ് കപ്പൽ പിടിച്ചെടുത്തത്. ഇറാൻ വലിയ വില കൊടുക്കേണ്ടി വരുമെന്ന് ഇസ്രായേൽ സൈനിക വക്താവിന്റെ മുന്നറിയിപ്പുണ്ട്. MC നാസർ തുടരുന്നുണ്ട് വിവരങ്ങൾ നൽകാൻ. നാസർ, ഇസ്രായേലും ശക്തമായിട്ടൊരു മുന്നറിയിപ്പ് നൽകുകയാണ്. ഇനിയുള്ള സാഹചര്യങ്ങൾ അത് കൂടുതൽ പ്രതിസന്ധിയിലേക്ക് കടക്കുകയാകില്ലേ? തീർച്ചയായിട്ടും നമുക്കറിയാൻ സാധിക്കും, ഈ മാസം 1-ാം തീയതിയാണ് ദമസ്കസിലെ ഇസ്രായേൽ കോൺസുലേറ്റിന് നേരെ ഇറാന്റെ കോൺസുലേറ്റിന് നേരെ ഇസ്രായേലിന്റെ ആക്രമണം ഉണ്ടായത്. ഏതാണ്ട് 9 പേർ ആ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു. അതിൽ സൈനിക നേതൃത്വത്തിലുള്ള ചിലരും ഉൾപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിന് ശക്തമായിട്ടുള്ള തിരിച്ചടി നൽകണമെന്ന വികാരം ഇറാനിൽ ഉടനീളം രൂപപ്പെട്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും അതിന് സ്വാഭാവികമായിട്ടുള്ള പ്രതികരണം ഉണ്ടാകുമെന്ന് ഇറാനിലെ ആത്മീയ നേതാവും അതോടൊപ്പം തന്നെ ഇറാനിലെ സൈനിക നേതൃത്വവും വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഏത് സമയവും ഇസ്രായേലിനെതിരെ ഒരു സൈനിക നടപടി ഉണ്ടാകുമെന്ന് കഴിഞ്ഞ ദിവസം തന്നെ US സെൻട്രൽ കമാൻഡ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. അമേരിക്കയുടെ ഇന്റലിജൻസ് റിപ്പോർട്ടുകളും അത് ശരിവെക്കുന്നുണ്ട്. പക്ഷേ ആക്രമണത്തിന്റെ സ്വഭാവം വ്യാപകമായിരിക്കുമോ അതല്ല പരിമിതമായിരിക്കുമോ എന്ന കാര്യത്തിൽ മാത്രമേ വ്യക്തതയില്ലാത്തതുള്ളൂ. സൈനികമായ വലിയ തോതിലുള്ള മുന്നൊരുക്കങ്ങളാണ് ഇറാൻ നടത്തുന്നത്. ഇതിനെ നേരിടാൻ വേണ്ടിയാണ് നമ്മോടൊപ്പം വിദേശകാര്യ വിദഗ്ധനായിട്ടുള്ള മോഹൻ വർഗീസ് ചേരുകയാണ്. പശ്ചിമേഷ്യ കൂടുതൽ യുദ്ധ അന്തരീക്ഷത്തിലേക്ക് കടക്കുകയാണ്. അവിടെ ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് പുറത്തു വരുന്നത് ഇസ്രായേലിന്റെ ചരക്കു കപ്പൽ ഇറാൻ പിടിച്ചെടുത്തു എന്നുള്ളതാണ്. സാഹചര്യങ്ങൾ കൂടുതൽ വഷളാവുകയാണോ ശ്രീ മോഹൻ വർഗീസ്? കൂടുതൽ സംഘർഷഭരിതമാകുന്ന ചിത്രമാണ് കാണുന്നത്. ഇപ്പോൾ ഇസ്രായേലിന്റെ ചരക്ക് കപ്പൽ ഇറാൻ പിടിച്ചെടുത്തു എന്ന് പറയുമ്പോൾ ഇറാൻ ഏതാണ്ട് നേരിട്ട് യുദ്ധത്തിലേക്ക് വരികയാണ്, അല്ലെങ്കിൽ നേരിട്ടൊരു ഇസ്രായേലുമായി ഏറ്റുമുട്ടുന്ന ഒരു പാതയിലേക്ക് വരികയാണ്. ഇതുവരെ ഉണ്ടായിരുന്നത് യമനിലെ ഹൂതികളിലൂടെയും ഹിസ്ബുള്ളയിലൂടെയും ലെബനനിലെ ഹിസ്ബുള്ളയിലൂടെയും ഹമാസിലൂടെയും ഒക്കെ ഇസ്രായേലിനെ വരിഞ്ഞു മുറുക്കുന്ന ഇറാന്റെ ഒരു നിലപാട്. അതിൽ നിന്നും മാറി കുറച്ചുകൂടി ഡയറക്ട്നെസ് ഇവിടെ വരികയാണ്, നേരിട്ടുള്ള ഇടപെടൽ വരികയാണ്. ഇതിനുള്ള പ്രധാന പ്രകോപനം യഥാർത്ഥത്തിൽ കഴിഞ്ഞ ആഴ്ച ഡമാസ്കസിലുണ്ടായ ആക്രമണമാണ്. ഇസ്രയേലി വിമാനങ്ങൾ ഡമാസ്കസിലെ എംബസിയിൽ, ഇറാനിയൻ എംബസിയിൽ നടത്തിയ ആക്രമണം, അതിന് തിരിച്ചടി നൽകുമെന്ന് ഇറാന്റെ ആത്മീയ നേതൃത്വം അയത്തുള്ള അലി ഖമേനി വ്യക്തമായി സൂചിപ്പിച്ചതുമാണ്. അതിനെതിരെ അമേരിക്ക ശക്തമായി രംഗത്ത് വരികയും ഒരു പ്രസ്താവന യുദ്ധമാണ് കഴിഞ്ഞ ഒരാഴ്ച നമ്മൾ കണ്ടത്. ഒരു പ്രസ്താവന യുദ്ധമാണ് അമേരിക്കയുടെ ഭാഗത്തു നിന്ന് നടത്തിയ ശക്തമായ നീക്കം. അമേരിക്ക പ്രസിഡൻഷ്യൽ തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുകയുമാണല്ലോ. റിപ്പബ്ലിക്കൻ പാർട്ടിയും ഡെമോക്രാറ്റിക് പാർട്ടിയും ആരാണ് കൂടുതൽ ഇസ്രായേലിനെ സഹായിക്കുന്നത് എന്ന കാര്യത്തിൽ മത്സരിക്കുകയാണ്. ഇക്കാര്യത്തിൽ ഇറാൻ എന്ന രാജ്യത്തെ പൊതുവെ 2 വിഭാഗങ്ങളും ശത്രുവായിട്ട് കരുതുകയാണ്. ഇസ്രായേലും അമേരിക്കയും പൊതുവെ ശത്രുപക്ഷത്ത് നിർത്തുന്ന ഷിയ രാജ്യമായ ഇറാൻ നടത്തുന്ന ഏത് നീക്കത്തെയും, ഏത് സായുധ ചെറുത്തുനിൽപ്പിനെയും നീക്കത്തെയും യഥാർത്ഥത്തിൽ ഈ ടെലവീവ് വാഷിംഗ്ടൺ ആക്സസ്, അതാണല്ലോ അമേരിക്ക ഇസ്രായേൽ, പ്രസിദ്ധമായ അമേരിക്ക ഇസ്രായേൽ കൂട്ടുകെട്ട്, അത് നേരിടും എന്ന രീതിയിലുള്ള ഭീഷണികളാണ് നിലവിലുള്ളത്. പക്ഷെ ഇറാന്റെ ഭാഗത്തു നിന്ന് ഇറാന്റെ ജനസാമാന്യത്തിൽ നിന്നും വലിയ തോതിലുള്ള മുറവിളിയാണ് ഉയരുന്നത്. കാരണം നിരന്തരം ഇറാന്റെ
നേതാക്കളെ വധിക്കുകയും ഇറാന് പുറത്തുവെച്ച് ഇറാന്റെ താല്പര്യമുള്ള മേഖലകളിലേക്ക് ഇസ്രായേൽ ആക്രമണം വ്യാപിപ്പിക്കുകയും അമേരിക്ക കണ്ണടച്ച് നിൽക്കുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യത്തിൽ ഒരു തിരിച്ചടി ഏത് നിമിഷവും ഒരു തിരിച്ചടി ഉണ്ടാകും എന്ന പ്രതീതിയാണ് ഉണ്ടാകുന്നത്. അതാണ് ഒരു പക്ഷേ ചരക്ക് കപ്പൽ പിടിച്ചു വെച്ചതിലൂടെ വന്നിരിക്കുന്നത്. ഇവിടെ രണ്ട് കടലിടുക്കുകൾ വളരെ പ്രധാനമാണ്. ഒന്ന് ഒമാൻ കടലിടുക്കാണ്, അതുപോലെ ഗൾഫ് കടലിടുക്കുമാണ്. ഈ രണ്ട് കടലിടുക്കും യഥാർത്ഥത്തിൽ ചെങ്കടലിലേക്കും ഗൾഫിലേക്കും പേർഷ്യൻ ഗൾഫിലേക്കുമുള്ള കവാടങ്ങൾ ഈ രണ്ട് ഇടങ്ങളിലും, ഒരിടത്ത് ഹൂതികളും ഇറാന്റെ പിന്തുണയുള്ള ഹൂതികളും, മറ്റേയിടത്ത് പേർഷ്യൻ ഗൾഫിലേക്കുള്ള കവാടത്തിൽ യഥാർത്ഥത്തിൽ ഇറാൻ നേരിട്ടും. ഈ രണ്ട് കവാടങ്ങളും നിയന്ത്രിക്കുന്നത് ഭാഗികമായി ഇറാനാണ്. അതുകൊണ്ട് ലോകത്തിന്റെ ചരക്ക് നീക്കം അപ്സെറ്റ് ആകാനായി ഇറാന്റെ ഇടപെടലിനെ കൊണ്ട് കഴിയും. അതുകൊണ്ട് ഇറാനെ പൂർണ്ണമായി പിണക്കാനും പല രാജ്യങ്ങളും തയ്യാറാവില്ല. അതുകൊണ്ട് ലോകത്തെ എണ്ണ വ്യാപാരത്തിന്റെ സുഗമമായ പോക്ക്, എണ്ണ മാത്രമല്ല മറ്റു കാര്യങ്ങളും ലോക വ്യാപാരത്തെ തന്നെ പ്രതികൂലമായി ബാധിക്കുന്ന രീതിയിലാണ് നീക്കങ്ങൾ. അതുകൊണ്ട് ഇതൊരു ഫുൾ വാറിലേക്കോ എസ്കലേഷനിലേക്കോ പോകാതെ സംയമനം പാലിച്ചുകൊണ്ട് ഇത് നിയന്ത്രിക്കാനുള്ള ഒരു നടപടിയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങുന്നത്. കൈവിട്ട് പോയി കഴിഞ്ഞാൽ പൂർണ്ണമായി ഇറാനും ഇസ്രായേലും തമ്മിൽ ഏറ്റുമുട്ടുന്ന ഒരു ഘട്ടം വന്നാൽ അത് അമേരിക്ക രംഗത്ത് വരാതിരിക്കില്ല, ഇസ്രായേൽ അനുകൂലമായി അമേരിക്ക രംഗത്ത് വരാതിരിക്കില്ല എന്നതാണ് നിരീക്ഷണം. യെസ്, നന്ദി ശ്രീ മോഹൻ വർഗീസ്, താങ്കളുടെ പ്രതികരണത്തിന്.